ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. ഇതിനു വേണ്ടി കപ്പ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഞാൻ കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ 2 പീസ് കപ്പയുണ്ട്. ഗ്രാം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 3 കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഈ കപ്പ 3 വിസിലിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഊറ്റി വെക്കാം. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി കടയിൽ പോകുന്ന സമയത്ത് കപ്പ കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും വേസ്റ്റ് ആവില്ല, ഇഷ്ടമാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയില്ലാതെ വേണം ഉടയ്ക്കാൻ, എന്നാലും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു പകുതി സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 ചേർത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നാലേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അത് ഏകദേശം ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോ കപ്പേൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവൊന്ന് മാറണം. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ വെച്ചിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നടുക്കിന് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. നമ്മൾ ചേർത്ത് അരിപ്പൊടി മാത്രമേ വേവാനുള്ളൂ. അതൊന്ന് വെന്ത് കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലാണ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചൂടുള്ളപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് കുറയ്ക്കരുത്. അപ്പോൾ എണ്ണ കുടിക്കും. അല്ലാത്തപ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നോർമൽ തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തിയിലൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക്